में आया हुआ एक वचन था मत्ती का सुसमाचार उसका 13वां अध्याय। അവിടെ ആ 13-ാം അധ്യായത്തിൽ 7 ഉപമ കർത്താവ് പറയുന്നുണ്ട്. 7 ഉപമ. ये 13वां अध्याय में 7 दृष्टांतों को परमेश्वर ने कहा है। ഈ 7-ാമത്തെ ഉപമയാണ് 47-ാമത്തെ വാക്യം. जो 7वां दृष्टांत है ये 740 का आयत। അപ്പോൾ ആ 47-ാമത്തെ വാക്യത്തിൽ സ്വർഗരാജ്യത്തിന്റെ കാര്യം കർത്താവ് അവനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സാദൃശ്യമാണെന്ന് പറഞ്ഞു. जैसे यीशु मसीह से हमें स्वर्ग के राज्य के बारे में पूछने के समय यीशु मसीह ने कहा है कि स्वर्ग का राज्य उस बड़े जाल के समान है जो समुद्र में डाला गया है। सब प्रकार के എറിഞ്ഞപ്പോൾ അവൻ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. और जब भर गया तो उसको किनारे पर खींच लिया और बैठ कर अच्छी अच्छी तो बर्तनों में इकट्ठा किया और निकम्मी फेंक दिया करके हम यहाँ पढ़ते हैं। അപ്പൊ കർത്താവിനോട് ചോദിച്ചത് സ്വർഗരാജ്യത്തിന്റെ കാര്യമാണ്. जो प्रभु यीशु मसीह से पूछा है स्वर्ग राज्य के बारे में, സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവിനോട് ചോദിച്ചത് കർത്താവ് ഉപമകളായിട്ടാണ് അവരോട് പറയുന്നു, സംസാരിക്കുന്നത്. स्वर्ग राज्य के बारे में यीशु मसीह से बात पूछने के समय यीशु मसीह दृष्टांतों के द्वारा स्वर्ग राज्य के बारे में उनसे कहते हैं। അപ്പൊ എനിക്ക് ഇന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇന്ന് വല എറിയുന്നുണ്ട്, വലയിൽ എല്ലാ വക മീനും വന്ന് കയറുന്നുണ്ട്. मुझे आज आपको याद दिलाने के एक विषय यह है कि आज जो जाल डालता है उस जाल में सभी तरीका का मछलियां तो भर जाता है। കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ ദൈവം ഒരുപാട് കാര്യങ്ങള് നമുക്ക് മറച്ചു വെക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. व्यवहार में बात करने के समय मैंने ये बताया है कि परमेश्वर कई सारे बातों को हमसे छिपा के रखता है। അപ്പൊ ഇന്ന് ചിന്തിക്കുന്നത് ഒരു വലയാണ്, ഈ സുവിശേഷീകരണം എന്ന് പറയുന്ന ഒരു വലയാണ്. आज मैं ये बताना चाहता हूँ कि सुसमाचार बोलेगा तो एक बड़ा जाल के समान है। എല്ലാ വക മീനും അതിനകത്ത് വന്ന് കയറും. सभी तरह की मछलियां उसमें फंस जाते हैं। അതിനകത്ത് മർത്തോമാക്കാരുണ്ട്, യാക്കോബക്കാരുണ്ട്, കത്തോലിക്കരുണ്ട്, CNA-ക്കാര്, മെതോഡിസ്റ്റുകാര്, ലൂതറൻകാര്, പെന്തക്കോസ്തുകാര്, ചർച്ചോ എല്ലാം വന്ന് ഈ വലയ്ക്കകത്ത് വന്ന് കയറും. आमीन। इस जाल के अंदर जो आमीन पेंटकोस्त हो और मार्तोमा हो, याकोबा हो, कैथलिक हो, सभी लूथरन सभी जो लोग हैं इसी में घुस जाते हैं। പക്ഷേങ്കിൽ അവസാന സമയം വല ആ മീൻപിടുത്തക്കാരൻ കരയ്ക്ക് വലിച്ചെടുക്കത്ത് കഴിയുമ്പോൾ, लेकिन आखिरी समय है जब वो जाल को खींचने वाला जब किनारे में ले आने के समय അതിനകത്ത് അവർക്ക് യോഗ്യമായത്, ഭക്ഷിക്കാൻ യോഗ്യമായ മത്സ്യത്തെ മാത്രം അവരെടുക്കും, ബാക്കി വെള്ളത്തിൽ കുടഞ്ഞു കളയും. तो उनको जब खाने के लायक जो मछलियां है केवल उसी मछलियों को लेते हैं, बाकी सब पानी में फेंक दिया जाता है। അപ്പോൾ ഇതാണ് ലോകാവസാനത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. ये दुनिया के अंत में होने वाला है करके प्रभु यीशु मसीह ने सिखाया। കർത്താവ് ആരോടും പറഞ്ഞില്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞില്ല. प्रभु यीशु मसीह किसी से भी नहीं बोला है तुम प्रार्थना मत करो। എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. सभी लोग प्रार्थना करते हैं। എല്ലാവരും യേശുവിന്റെ പേര് പറഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. सभी लोग यीशु मसीह के नाम बोल के ही प्रार्थना करते हैं। ഈ വലയ്ക്കകത്ത് എല്ലാം വന്ന് കയറുന്നുണ്ട്. इस जाल के अंदर सभी लोग आके घुसते हैं। പക്ഷെ പ്രമാണത്തിനകത്ത് നിൽക്കുന്ന ഒരാളിന് മാത്രമേ അകത്ത് കയറാൻ കഴിയുള്ളൂ, അല്ലാത്തത് പുറത്തു പോകും. जो व्यवस्था के अनुसार खड़ा है उन्हीं व्यक्ति अंदर आएंगे, नहीं तो वो बाहर जाएंगे। അപ്പോൾ അകത്ത് കയറിയതായ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കണം. अंदर आया हुआ एक व्यक्ति के बारे में हम चिंता करेंगे। അത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ उस व्यक्ति के बारे में लूका का सुसमाचार 19 अध्याय में लिखा है। അത് യേശു യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ അവിടെ വന്നു. यीशु जब यरीहो प्रवेश करके जा रहा था और देखो जगाई नामक एक मनुष्य था जो चुंगी लेने वालों का जो सरदार और धनी था।
അന്നത്തെ ചുങ്കം പിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഒരു ജോലിയാണ്. उस समय के जो बारे में चुंगी लेने वाला बोलेगा तो सबसे जो बेकार काम है। ഇന്ന് ഈ ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ജോലിക്കാരനാണ്. आज इसके समय ये चुंगी लेने के काम बोलेगा तो सबसे ऊंचा काम है। ടാക്സ് കളക്ടറായിട്ട് ഒരാൾക്ക് ജോലി കിട്ടിയാൽ സാധാരണ ജോലിയൊന്നുമല്ല. जो चुंगी लेने वाला काम मिलेगा तो साधारण काम नहीं है। കേരളത്തിൽ രാജാക്കന്മാരുടെ ഭരണകാലത്ത് രാജാക്കന്മാർക്ക് വേണ്ടി പണം പിരിക്കുന്നത് കർത്താക്കന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടരാണ്. जब राजा लोग केरला में राज्य चला रहा था तभी जो उनके लिए जो चुंगी लेने वाला पैसा वसूल करने वाला जो रहता है उन्हें जो कर्ता करके जो एक जुड़ रहता है। അപ്പൊ ഇതുപോലെ ഈ രാജാക്കന്മാർക്ക് വേണ്ടി ധനം പിരിച്ചെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സക്കായി. वैसा ही जो राजा लोगों के लिए अधिकारियों के लिए पैसा वसूल करने वाला है ये जगाई। അപ്പോൾ ഈ യേശുവിനെ കുറിച്ച് താൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. यीशु मसीह के बारे में उसने कई बार सुना है। അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി യേശുവിനെ ഒന്ന് കാണണം. तो उनका मन में ऐसा लगा कि यीशु मसीह को थोड़ा देखना है। അവന് വളർച്ചയിൽ കുറുകിയവനായിരുന്നു. കാല് ഈ നീളം കുറഞ്ഞ ആളാണ് അദ്ദേഹം. उसके बारे में ऐसा कहता है वह नाटा है कि उनके पैर लंबा नहीं है, उनको ऐसा एक तकलीफ है। അപ്പൊ ഈ പുരുഷാരം തിങ്ങി വരുന്നത് കൊണ്ട് തനിക്ക് യേശുവിനെ കാണാൻ കഴിയത്തില്ല. बड़े भीड़ के कारण यीशु मसीह को देखने के लिए उन्हें नहीं होते हैं। തന്നെയല്ല, ന്യായപ്രമാണത്തിൽ ഇങ്ങനെയുള്ളവർ ദൈവാലയത്തിൽ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. क्योंकि व्यवस्था में लिखा है ऐसा ही लोग परमेश्वर के भवन में नहीं आना है। അത് എഴുതിയിരിക്കുന്നത് ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യം, 21-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യമാണ്. 21-18 ലേവ്യ. जो लिखा है कि व्यवस्था लेवी व्यवस्था उसका 21वां अध्याय उसके 18 आयत से लिखा है। 18 पद से 18 पद. യാതൊരുത്തരും അടുത്തു വരരുത്. हमें कोई भी परमेश्वर के भवन के निकट नहीं आना। എന്ന് പറഞ്ഞാൽ അംഗഹീനനായവൻ ആരും ദൈവാലയത്തിൽ വരരുത്. അംഗഭംഗ. इसके मतलब ऐसा है कि अंगहीन जो है वो परमेश्वर के भवन में नहीं आना। കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരാരും ദൈവത്തിന്റെ ആലയത്തിൽ വരരുത് എന്ന് പറഞ്ഞു. क्योंकि चाहे अंधा हो, चाहे लंगड़ा, चाहे जैसा नक चकवट और जो उसके चाहे जो कुछ अधिक अंग हो, ये कोई भी परमेश्वर के भवन में नहीं आना है करके लिखा है। അപ്പോൾ ആ വരരുതെന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഒരാളാണ് ഈ സക്കായി എന്ന് പറയുന്ന ആള്. ऐसा जो लोग नहीं आना है करके बोला है उसी में से एक व्यक्ति है जगाई। ഈ സക്കായിയെ കർത്താവിനെ ഒന്ന് കാണണമെന്ന് വലിയൊരു ആഗ്രഹം തനിക്കുണ്ടായി. इस जगाई को यीशु मसीह को देखने के लिए बड़ी इच्छा था। താൻ അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ഒരു കാട്ടത്തി കണ്ടു, കാട്ടത്തി വലിച്ചു കയറി. लूका का सुसमाचार में हम देखते हैं उसके 4 आयतों में उसने देखा एक अंजीर के पेड़ देखा, उसमें चढ़ गया। സ്ഥലത്തൂടെ യേശു പുരുഷാരവും പോകുമ്പോൾ ഈ കാട്ടത്തിയിലോട്ട് നോക്കി സക്കായിയെ കണ്ടു എന്നാ അവിടെ വായിക്കുന്നത്. आमीन। यीशु मसीह अपने चेले और लोगों के साथ जाने के समय इस जो अंजीर का पेड़ के तले खड़ा होकर उसने उनको देखा है और बुलाया कहा है। ഈ സക്കായിക്ക് ദൈവാലയത്തിൽ കയറാൻ അവകാശമില്ലെങ്കിലും തനിക്ക് പ്രാർത്ഥിക്കാനും ന്യായപ്രമാണം വായിക്കാനും തത്പരനായിരുന്നു താന്. ये जगाई को परमेश्वर के भवन में जाने के लिए अधिकार तो नहीं है, तो भी उसने परमेश्वर के व्यवस्था पढ़ने के लिए बहुत इच्छा करते थे। മുസ്ലിങ്ങൾക്ക് പള്ളിക്കകത്ത് കയറാൻ, അവരുടെ പള്ളിക്കകത്ത് കയറാൻ ഒക്കത്തില്ല. ये जो मुस्लिम लोग हैं उनको उनका मंदिर के अंदर जा नहीं सकता है। യഹൂദന്മാർക്കും അവരുടെ സ്ത്രീകൾക്കും അതിപരിശുദ്ധ സ്ഥലത്തോ ആ പ്രാകാരത്തിൽ ചെല്ലാൻ ഒക്കത്തില്ല. അവർക്ക് വേറെ സ്ഥലമുണ്ട്. यहूदी लोगों को भी उनके स्त्री लोगों को जैसा परमेश्वर के भवन के अंगनों में या पवित्र स्थान में जाने के लिए अनुमति नहीं। അവർക്ക് കയറാൻ ഒത്തില്ലെങ്കിൽ ന്യായപ്രമാണം അവർ വായിക്കുന്നവരാണ്.
लेकिन वो वह व्यवस्था को पढ़ने वाला है। അപ്പൊ ഈ സക്കായി നന്നായി വേദപുസ്തകം വായിക്കാൻ തനിക്കറിയാം. ये जगाई को भी ये पढ़ने के लिए आता है। അപ്പൊ സക്കായിക്ക് യേശുവിനെ ഒന്ന് കാണണം. तो उनका मन में इच्छा है कि यीशु मसीह को देखना है। യേശു ആ കാട്ടത്തിയുടെ കീഴിൽ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി. यीशु मसीह जब उसी जगह में पहुंचा तो वह ऊपर देखा। നോക്കിയപ്പോ സക്കായിയെ യേശു കണ്ടു, യേശുവിനെ സക്കായി കണ്ടു. तो यीशु मसीह जगाई को भी देखा है, जगाई यीशु मसीह को भी देखा है। കണ്ടു കഴിഞ്ഞപ്പോൾ സക്കായിയോട് പറഞ്ഞു, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, എനിക്കിന്ന് നിന്റെ വീട്ടിലാണ് താമസം എന്ന് പറഞ്ഞു. जब उन्होंने उन्हें देखा है तो कहा, ये जगाई झट उतरा, क्योंकि आज मुझे तेरे घर में रहना आवश्यक है। എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം. आज मुझे तेरे घर में रहना आवश्यक है। അങ്ങനെ സക്കായിയുടെ വീട്ടിൽ കർത്താവ് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. वैसा जगाई के घर में जाने के लिए यीशु मसीह ने योजना बनाया। അപ്പോൾ സക്കായി നിന്നുകൊണ്ട് പരിഭ്രാന്തനായി, ഭയങ്കര ഭയം തനിക്കുണ്ടായി. तो जगाई तुरंत वहां पर खड़ा होके घबराहट में आया। അപ്പോൾ ആ ഭയം തന്നെ ഒരു വലിയ കാര്യത്തിലേക്ക് നയിച്ചു. उस डर उन्हें एक बड़ा काम के लिए ले गए। അപ്പൊ ന്യായപ്രമാണം സക്കായിക്ക് അറിയാം. तो व्यवस्था जगाई जानते हैं। അത് ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൽ അങ്ങനെ 5-ാം വാക്യത്തിൽ ഒരു കാര്യം കണ്ടു. लेवी व्यवस्था उसके 6वां अध्याय उसके 5वां आयत में एक बात देखा है। താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലിനോട് 1/5 കൂട്ടി പകരം കൊടുക്കണം എന്നുള്ള ഭാഗം തനിക്ക് ഓർമ്മ വന്നു. चाहे कोई वस्तु क्यों ना जो जिसके विषय में उसने झूठी शपथ खाई हो, तो वह उसके पूरे पूरे लौटा दे और 5वां भाग भी बढ़ाकर भर दे करके जो बातें उन्हें याद आए। അപ്പോൾ ഈ മനുഷ്യൻ ചെയ്യുന്ന അകൃത്യത്തിന് പ്രായശ്ചിത്തമായി അകൃത്യയാഗം കഴിക്കണം. जो मनुष्य किया हुआ पाप के लिए उन्होंने उसके लिए जो बलिदान चढ़ाना जरूरी है। ഈ യാഗം കഴിക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ 5-1 മുതലും അതിന്റെ കൂടെ 5-1 ചേർത്ത് കൊടുക്കണം. അവിടെ बलि चढ़ाने के लिए जाने के समय उन्होंने जो शबदखाई वस्तु रखा है वो भी देना है, उसके 5 गुना बढ़ा के देना है। അപ്പോൾ 100 രൂപയാണ് എടുത്തത് വരെയിൽ അതിന്റെ 5-1 20 രൂപ, 120 രൂപ അവിടെ കൊടുക്കണം. 100 രൂപയാണ് എടുത്തത്. ओके जो 100 रुपये लिया है तो उसके 5 गुना बढ़ा के आमें जो नहीं 5 गुना बढ़ा के नहीं, और 100 रुपया समझो, 100 रुपया के साथ 100 की 5 की एक भाग 20 रुपया, 120 रुपया वहां पर देना पड़ता है. അപ്പോൾ 120 രൂപ അവിടെ കൊടുക്കണം. तो 120 रुपया उनको देना पड़ेगा। അങ്ങനെ ആ പ്രമാണം സക്കായി പഠിച്ചു വെച്ചതാണ്. उस व्यवस्था जगाई ने पढ़ के रखा है। ആ വ്യവസ്ഥയിൻ പ്രകാരം ഈ സക്കായി പറഞ്ഞു, ഞാൻ ദൈവത്തിന് കൊടുക്കാനുള്ള കണക്ക് അവിടെ പറഞ്ഞു. तो ये जगाई ने परमेश्वर को देने वाला जो हिसाब के बारे में वहां पर बताया। അപ്പോൾ അത് കൊടുക്കുമ്പോൾ 21-ാം അധ്യായം സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. तो गिनती के किताब उसके 21वां अध्याय उसके पहले आयत में ऐसा कहा। സോറി, പുറപ്പാട് പുസ്തകം 22-ന്റെ 1, പുറപ്പാട് 22-ന്റെ 1. निर्गमन के किताब 21वां अध्याय उसके पहले 22-ന്റെ 1 ഇങ്ങനെ പറഞ്ഞു, ഒരുത്തൻ ഒരു കാളയെയോ ഒരാടിനെയോ മോഷ്ടിച്ച് അറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് 5 കാളയെയും ഒരാടിന് 4 ആടിനെയും പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. जैसे यहाँ लिखा है कि निर्गमन के किताब 22 अध्याय उसके पहले आयत में, यदि कोई मनुष्य बैल व भेड़ व बकरी चुरा कर उसका घात करे व बेच डाले, तो वह बैल की सांदी 5 बैल और भेड़ की बकरी जो सांदी 4 भेड़ बकरी भर दे। അപ്പൊ ഈ ന്യായപ്രമാണം നന്നായി പഠിച്ച ഒരാളാണ് ഈ സക്കായി എന്ന് പറഞ്ഞ ആള്.
तो ये व्यवस्था के बारे में अच्छी तरह से पढ़ा हुआ व्यक्ति है ये जगाई। അപ്പോൾ ഈ സക്കായി പ്രമാണം പഠിച്ചിരുന്നത് കൊണ്ട് കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിലെ ഭാഗങ്ങളെല്ലാം സക്കായിക്ക് ഓർമ്മ വന്നു. ये व्यवस्था सब जगह ही पढ़ा है, इसी कारण यीशु मसीह को मिलने के समय ये व्यवस्था के बारे में उन्हें याद आए। അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് 6-ാം വാക്യത്തിൽ അവൻ ബന്ധപ്പെട്ട് സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. हमें जब लूका का सुसमाचार में हमने जो पढ़ा है कि उसके 6वां आयत में हम देखा है उसने वह तुरंत उतर कर आनंद से उसे अपने घर को ले गया। അപ്പൊ കാണികളായിട്ട് അവിടെ വന്നതായ പുരുഷാരമെല്ലാം പറഞ്ഞു അവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. 7वां आयत में कहता है यह देख कर सब लोग कुड़कुड़ा कर कहने लगे वह तो एक पापी मनुष्य के यहाँ जा उतरा है। അപ്പോൾ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിനോട് കൂടെ ഉള്ള ആൾക്കാർ എങ്ങനെയുള്ളവരാണെന്ന്. तो उन्होंने भी ध्यान देता है कि यीशु मसीह के साथ जाने वाला किस तरीका के लोग हैं। അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടാണ് പാർപ്പാൻ പോയത്. क्योंकि वह एक पापी मनुष्य के साथ रहने के लिए गया है। അപ്പോൾ യേശുവിന്റെ അരികിൽ വന്നവരെല്ലാവരും കടമുള്ളവരും ഞെരുക്കമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരും വ്യഭിചാരം ചെയ്ത് നടക്കുന്നവരും മോഷ്ടാക്കളുമായിട്ടുള്ളവരാണ് യേശുവിന്റെ അരികിൽ വന്നിരിക്കുന്നത്. क्योंकि यीशु मसीह के पास जो आया हुआ है बहुत परेशानी से भरा हुआ है और जो पाप करने वाला और विचार करने वाला और जो सारे गलत कामों को करने वाला भी और जो एकदम गरीबीपन के लोग भी यीशु मसीह के साथ आ रहा। എന്നാൽ 8-ാമത്തെ വാക്യം പറഞ്ഞു സക്കായിയോ നിന്നുകൊണ്ട് കർത്താവിനോട്. 8वां आयत में कहता है जगाई ने खड़ा होकर प्रभु से कहा കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. हे प्रभु देख मैं अपनी आधी संपत्ति कंगालों को देता हूँ। 1000 രൂപ ഉള്ളവര് പറയുന്നു വസ്തുവകയിൽ പാതി 500 രൂപ ഞാൻ ദരിദ്രർക്ക് കൊടുക്കാമെന്ന്. क्योंकि उसने कहता है कि अपने संपत्ति का जो आधा भाग है मैं गरीबों को बांटता हूँ। അപ്പോൾ 1000 രൂപ ന്യായമായി പിടിച്ചതാണ്, അതിന്റെ പകുതി 500 അങ്ങ് കൊടുത്തു. जो न्याय से 1000 रुपया जो पकड़ा हुआ है उसके 500 जो उन्हें वापस दिया। അപ്പോൾ ഈ 500 രൂപയെ പിന്നെ തന്റെ കയ്യിലുള്ളൂ. वापस फिर उनके पास 500 रुपया है। എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു പറഞ്ഞു, പാതി കൊടുക്കുന്നു. मेरे जो आधी संपत्ति मैं कंगालों को देता हूँ करके कहा। അപ്പൊ വല്ലത് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ചതിച്ചു മേടിച്ചതിന് 4 മടങ്ങ്. और यदि किसी का कुछ भी जो अन्याय करके ले लिया तो उसे 4 गुना फिर देता हूँ। ഇത് കൊടുക്കാൻ തന്നെ പ്രേരണയുള്ളതാക്കിയത് ന്യായപ്രമാണം വായിക്കുന്നത് കൊണ്ട്. ये देने के लिए उन्हें प्राप्त किया इसी कारण है वो व्यवस्थाओं को पढ़ते थे। നാം ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാ നമ്മള്. हम परमेश्वर के वचन सुनते हैं और पढ़ते हैं मानते हैं। അപ്പൊ ഈ വചനം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് വചന സന്തോഷം വന്നപ്പോൾ അനധികൃതമായി സമ്പാദിച്ച പണം എന്ത് ചെയ്യണമെന്നുള്ള മനസ്സിന് വലിയ വ്യാകുലത ഉണ്ടാകാൻ തുടങ്ങി. तो ये आनंद अंदर आने के समय उनके मन में ऐसा लगा है कि जो गलत रीति से अन्याय से जो कमा के रखा हुआ यह कमाई क्या करना है करके उनके भीतर जो व्याकुल हो गई। ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. आज मैं देखते हुए कुछ बातों को कहना चाहता हूँ। ഈ സുവിശേഷ വേലയിലായി കഴിഞ്ഞാൽ പിന്നീട് ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയാൽ പിന്നെ കിട്ടുന്നിടത്തുനിന്ന് മുഴുവൻ മേടിച്ചു കൂട്ടും. जो सुसमाचार के लिए उतरेगा और जो परमेश्वर का सेवाएं में उतरने के बाद जहां जगह से जो कुछ मिलता है सब कुछ इकट्ठा करता है। ഭൂമിയിൽ ഒരു മനുഷ്യനും പണം വന്ന് തൃപ്തിയായി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ലോകത്തിൽ കാണത്തില്ല. हमें धरती में जैसा पैसा जितना भी इकट्ठा करे उन्हें बस हो गया तृप्त हो गया करके बोला हुआ एक मनुष्य को भी देख नहीं सकेगा। എനിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന ചിലര് എന്നെ അല്പാൽപ്പം സഹായിച്ചിട്ടുണ്ട്. मेरा शब्द सुनने वाला कई लोग मुझे थोड़ा थोड़ा मदद किया हुआ है।
ഞാന് എന്റെ ഭാര്യയുമായി സംസാരിച്ച് ആ വിഷയത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി നിത്യം പ്രാർത്ഥിക്കും. पास्टर उनके पत्नी दोनों मिलकर उन लोगों के लिए निरंतर प्रार्थना करते हैं। കാരണം 103 സങ്കീർത്തനത്തിൽ 14 വാക്യം ജോയ് പാസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതാണ്. क्योंकि 130 वचन संगीत उसके आमेन 4 आयत से गया दिन में वचन से बातें किया था। 14 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവനൊരു ഉപകാരം ചെയ്തെങ്കിൽ നീ മറക്കരുതെന്ന് പറഞ്ഞു. क्योंकि उसके पहले ऐसा कहता है, ये मेरे मन याह की स्तुति करो, ये मेरे मन याह की स्तुति करो, मुझ में जो कुछ है परमेश्वर का पवित्र नाम को महिमा कर। ये मेरे मन याह की स्तुति कर, उसने जो कुछ उपकार तुम्हें किया है तुम कभी ना भूलना। ഞാൻ അവരെ ഒരു സഹായം എനിക്ക് തന്ന അവരെ കൂടെ കൂടെ വിളിച്ച് ഞാൻ ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല. एक व्यक्ति अगर मुझे मदद किया है, बार बार उसको फोन करके उन्हें सताता नहीं। എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവരുടെ പേരുണ്ട്. लेकिन हमारे प्रार्थना में उसका नाम है। അവർക്ക് ചിലപ്പോ തോന്നുകയോ ഞങ്ങളെ ഭാഷയെ സഹായിച്ചതാ, ഭാഷ ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാനും ഇടയുണ്ട്. उनको शायद उनका मन में ऐसा विचार आएंगे, हम पास्टर को इतना मदद किया है, पास्टर हमको फोन भी नहीं करता है करके शायद वो विचार कर सकता है। എന്നാൽ ഞാൻ കർത്താവിന് കണക്ക് കൊടുക്കേണ്ടവനായത് കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ മറന്നു കളയാതെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. लेकिन प्रभु के सामने हम हिसाब देना पड़ता है, इसी कारण हम उन्हें प्रार्थना में याद करते हैं। എന്നാൽ കിട്ടുന്നിടത്തുനിന്ന് മുഴുവൻ മേടിക്കുകയാണെന്ന് വരികിൽ അവർക്ക് ആരുടെ കാര്യമാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത്? लेकिन जो मिलते हुए सभी जगह से वो लेते रहेगा तो वो किसका विषय के लिए प्रार्थना करेंगे? അപ്പോൾ സക്കായി പറയാണ് അങ്ങനെ സമ്പാദിച്ചതിന്റെ ഒക്കെ ഞാൻ 4 മടങ്ങ് 5 മടങ്ങ് ഞാൻ കൊടുത്തേക്കാമെന്ന്. तो जगाई ने ऐसा कहता है, ऐसा मैं जो अन्याय करके जो लिया है तो उसे 4 गुना फेर देगी। കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, ऐसा देगा करके बोला है, इसी कारण उसका दूसरा आयत में, जैसा 9 आयत में ऐसा कहते हैं, ഞാൻ ചതിച്ചു മേടിച്ചതിന്റെ 4 മടങ്ങ് മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ചതിവായി മേടിച്ചതിന്റെ उसने कहता है कि मैं अन्याय करके ले लिया तो उसे 4 गुना फेर देता हूँ। യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ കുടുംബത്തിൽ പിറന്നവനാണെന്ന് പറഞ്ഞു. तब यीशु ने उसे कहा, आमीन, तू भी अब्राहम की संतान है। ചില പാസ്റ്റർമാർ ചില സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നവരുണ്ട്. कुछ पासवान लोग कई जगह में परमेश्वर का सेवकाई करते हैं। അവർക്ക് ഒരു സഹായം ആരെങ്കിലും ചെയ്താൽ പിന്നെ അവരൊക്കെ പറയും, ഇവിടെ 10 പേരുണ്ട്, 50 പേരുണ്ട്, 25 പേരുണ്ട്, ഞാൻ എങ്ങനെ കൊടുക്കുന്നു, ഒരുപാട് കാര്യം റിപ്പോർട്ടിനകത്ത് അങ്ങ് എഴുതും. हम उनको मदद करेगा तो वो ऐसा बोलेंगे, देखो यहाँ पर हम लोग, मेरे साथ 50 लोग है, 25 लोग है, इतने लोग मेरे साथ काम करते हैं, मैं उनको ये मदद करता हूँ, ऐसा करता हूँ करके उसने रिपोर्ट लिखेंगे। എനിക്ക് അടുത്തറിയാവുന്ന ഒരു ബൈബിൾ സ്കൂൾ അടുത്തറിയാം എനിക്ക്. मैं करीब जानते हुए एक बाइबल स्कूल है, അത് മറ്റൊരാൾ നടത്തിക്കൊണ്ടിരുന്ന ആ ആളിനെ വിരോധമായി സംസാരിച്ചിട്ട് ഈ ആൾ ആ ബൈബിൾ സ്കൂള് കരസ്ഥമാക്കി. दूसरा एक व्यक्ति वो चलाता था, अब तीसरा एक व्यक्ति आके ये व्यक्ति के विरुद्ध में खड़ा होकर उनको हटाकर अपने हाथ में ले लिया बाइबल स्कूल। കാലനീക്കത്തിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ ആളില്ല. समय बीते गया है और बाइबल स्कूल में पढ़ने के लिए कोई नहीं था। പക്ഷത്തിന് പണത്തിന്റെ വരവ് കുറയുന്നില്ല. लेकिन पैसा का जो आना बंद नहीं हुआ है। അപ്പോൾ ഇങ്ങനെ പണം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒറ്റി കൊടുത്തോടെ ബൈബിൾ സ്കൂൾ പിള്ളേരില്ല എന്ന്. ऐसा उसने पैसा लेते रहा तो कोई भी व्यक्ति, जो पैसा देने वाला व्यक्ति को इन्फॉर्म किया कि ये बाइबल स्कूल में पढ़ने के लिए कोई नहीं। അപ്പോൾ ഇത് റിപ്പോർട്ട് തുടരമാനം ഇങ്ങനെ പോകുന്നുണ്ട്. रिपोर्ट निरंतर भेजते रहा है। അപ്പൊ ഈ റിപ്പോർട്ട് അനുസരിച്ച് കൊടുത്തോണ്ടിരിക്കുക. और रिपोर्ट के अनुसार उन्हें पैसा देते रहा। ഏതായാലും ഒരാൾ ഒറ്റി കൊടുത്തോടെ ബൈബിൾ സ്കൂളിൽ പഠനമൊന്നുമില്ല എന്ന്. जैसा कोई भी बता दिया है कि बाइबल स्कूल में कोई भी पढ़ने वाला नहीं है। അങ്ങനെ ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുന്ന് അന്വേഷണത്തിന് വന്നു. ऐसा वहां कोई नहीं है करके मालूम पड़ेगा तो जो लोग पैसा देते थे उन लोग यहाँ पर देखने के लिए आए। അന്വേഷണത്തിൽ വന്നപ്പോൾ റിപ്പോർട്ടിനകത്ത് എഴുതിയ ആളിന്റെ പേരുകളെല്ലാം അവരുടെ സഭാവിശ്വാസികളുടെ പേരാ. क्योंकि वो रिपोर्ट भेजा था, तभी उन्होंने आके देखा है, रिपोर्ट के अंदर लिखा हुआ सब विश्वासी लोगों का नाम था।
അവര് തിരിച്ചു പോയി റിപ്പോർട്ട് കൊടുത്തു, അവിടെ ഹൈസ്കൂളിൽ പഠിക്കാൻ ആളില്ല, സഭാരാധനയ്ക്ക് ആളുണ്ട്, അവരുടെ പേര് അതിനകത്ത് എഴുതിയിരിക്കുന്നെന്ന്. तो आया हुआ लोग वहां जाके रिपोर्ट दिया है कि वहां पर बाइबल स्कूल में पढ़ने के लिए कोई नहीं है, खाली विश्वासी लोग वहां चर्च में आ रहा। ഒടുവിലെ വിശ്വാസികൾ വിവരം പറഞ്ഞു. ये बातें विश्वासियों को मालूम पड़ा है। വിശ്വാസികൾ പറഞ്ഞു, ഒരു നിമിഷ നേരം ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കേണ്ട, വിട്ടുപോക്കോളാൻ പറഞ്ഞു. तो विश्वासी लोग बोला अभी एक सेकंड भी हमारे बीच में सेवकाई नहीं करना है, यहाँ छोड़ के जाओ बोला। അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി. പിന്നെ നേതാവ് മേളിലിരിക്കുന്ന ആളായതുകൊണ്ട് എന്തോ ചെയ്യാനാ, പോയി 2 കുടുംബമുള്ള ഒരു സ്ഥലത്ത് വേലയായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴാ. उनको वहां से हमें निकाल दिया, लेकिन वो क्या हो गया, वो बड़ा नेता होके रहने के कारण अभी वहां से निकल के गया, दूसरे एक जगह में जाके 2 परिवार है वहां पर बैठा है। സക്കായി മാനസാന്തരപ്പെട്ട പോലെ അദ്ദേഹം മാനസാന്തരപ്പെടാമെങ്കിൽ താൻ ഒന്നുമില്ലാത്തവനായി പോകും. हमें जगाई जब मन भी आया है, वैसा वो व्यक्ति भी मन भी आएगा तो उनके पास कुछ ना रहेंगे। കാരണം താൻ ചതിച്ചു മേടിച്ചത് ആ പണമല്ല. क्योंकि उसने दूसरों को हमें जो अन्याय, दूसरों से अन्याय से धोखा दे के लिया हुआ है। ചതിച്ചു മേടിച്ചതിന്റെ 5 ഇരട്ടി കൊടുക്കണമെന്ന് ന്യായപ്രമാണം പറഞ്ഞപ്പോ സക്കായി പറഞ്ഞു, ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. धोखा दे के लिया हुआ जिसका 5 गुना देने के लिए कहा तो जगाई बोला मैं दे दूंगा। യേശു ആ വാക്ക് കേട്ടു, കണ്ടു. यीशु मसीह उस शब्द को देखा है, सुना है, उनको देखा। അപ്പൊ യേശു പറയാണ്, ഇവരും അബ്രഹാമിന്റെ കുടുംബത്തിൽ പറഞ്ഞവനാണെന്ന് പറഞ്ഞു. അബ്രഹാമിന്റെ കുടുംബത്തിൽ. तो यीशु मसीह ने कहा इसलिए ये भी इब्राहिम के एक पुत्र है। സത്യത്തിൽ അദ്ദേഹം അബ്രഹാമിന്റെ കുടുംബത്തിൽ പറഞ്ഞ ആള് തന്നെയാണ്. सच्चाई में वो इब्राहिम के परिवार में जन्म हो गया हुआ है। അബ്രഹാമിന്റെ കുടുംബത്തിൽ പറഞ്ഞവനായത് കൊണ്ടാണ് ഈ ന്യായപ്രമാണം വായിക്കുന്നത്. क्योंकि इब्राहिम के परिवार में जन्म होने के कारण उसने व्यवस्था पढ़ते हैं। ഈ ന്യായപ്രമാണം വായിക്കുന്നത് കൊണ്ടാണ് താന് ഇങ്ങനെ അന്യായമായി സമ്പാദിച്ചത് തിരിച്ചു കൊടുക്കണമെന്ന് ആ ചിന്താഗതി എനിക്കുണ്ടായത്. ये व्यवस्था पढ़ने के कारण जो अन्याय से जो कमाया है उसको वापस देना चाहिए करके उनके मन में लगा। അപ്പോൾ ഇനി ആ ആളിന് ദൈവാലയത്തിൽ വരാൻ ഒക്കത്തില്ല. अभी ये व्यक्ति परमेश्वर के भवन में आ नहीं सकता है, കാരണം ഇയാള് നീളക്കുറവുള്ള ആളാണ്. क्योंकि ये तो नाटा है। പക്ഷെ യേശു തമ്പുരാൻ അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ, लेकिन यीशु मसीह वहां पर आने के बाद കർത്താവ് ആ സക്കായിയുടെ വീട്ടിൽ പോയി. यीशु मसीह जगाई के घर में गया। എന്നിട്ട് പറയുന്നു, ആകയാൽ ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. आज इस घर में उद्धार आया है इसलिए कि यह भी इब्राहिम के एक पुत्र है। ഇത് അബ്രഹാമിന്റെ കുടുംബത്തിലാണെന്ന് പറയാൻ കാര്യം വ്യവസ്ഥാപക പ്രകാരം അവൻ ചെയ്യാൻ തുടങ്ങി. क्योंकि ये अब्राहम के पुत्र है करके बोलने के कारण उसने व्यवस्था के अनुसार अपने काम करने लगा। യേശുവിനോട് സ്വർഗരാജ്യത്തെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. यीशु मसीह से चेले लोग स्वर्ग राज्य के बारे में पूछने लगा। അപ്പൊ സ്വർഗരാജ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, ഇത് കടലിൽ എല്ലാ വക മീനും പിടിക്കുന്നതായ വലയോട് സദൃശമാണെന്ന് പറഞ്ഞു. स्वर्ग राज्य के बारे में यीशु मसीह से पूछने के समय यीशु मसीह ने कहा है कि ये स्वर्ग राज्य हमें जो बड़े जाल के समान है, जो समुद्र में डाला गया है और सभी मछलियों को पकड़ते हैं। എല്ലാ വക മീനും പിടിക്കും, എല്ലാ വക മീനും പിടിക്കും. ये सब प्रकार की मछलियों को हमें समेट कर सकता है। നമുക്ക് ഇന്ത്യയിലെ സുവിശേഷീകരണത്തെ കുറിച്ച് അറിവുള്ളവർക്കറിയാം. इंडिया भारत के सुसमाचार के प्रचार के बारे में जो लोग जानते हैं उन लोग जानते हैं। ഇവർ സഭകളുടെ പേര് പറഞ്ഞ് പണം പിരിക്കും. लोग सभी बातों को बोल के पैसा को इकट्ठा करते हैं, പക്ഷേ ആരുടെ പേര് പിരിച്ചോ അവർക്ക് കൊടുക്കത്തില്ലെന്നുള്ളതേ ഉള്ളൂ. लेकिन ये जिसका नाम से जो इकट्ठा करता है उसको नहीं देता है। അപ്പോൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 19-10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, तो लूका का सुसमाचार जो 19वां अध्याय उसके 10वां आयत में हम ऐसा पढ़ता है, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്നും आज इस घर के उद्धार आया है। അബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ തന്നെയാണ് സക്കായി. ये जगाई इब्राहिम के परिवार के है। പക്ഷേ ഈ വചനം അവന്റെ ഉള്ളത്തിൽ വരാഞ്ഞതുകൊണ്ടും ये वचन उनके दिल में जब तक नहीं आया, രക്ഷയുടെ സന്തോഷം അവൻ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും उद्धार की खुशी वह अनुभव नहीं किया, അവനിങ്ങനെ സമ്പാദിച്ചങ്ങ് പോവുകയാണ്. കൃഷികൾ ഉണ്ടാക്കി പോവുക അദ്ദേഹത്തിന്റെ ചുമതല.
उसने कमाते कमाते कुछ ट्रस्ट या संस्था बना के चले जा रहा है। അതുകൊണ്ട് യേശു പറഞ്ഞു, കാണാതെ പോയതിനെ രക്ഷിപ്പാനാണ്, തിരഞ്ഞെടുപ്പാനാണ് യേശു വന്നതെന്ന് പറഞ്ഞു. इसलिए यीशु ने कहा है जो खोए हुओं को ढूंढने के लिए यीशु मसीह आया है। നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ആരംഭകാലങ്ങളിലൊക്കെ നിരവധി ദൈവ നെറ്റ് പോയോ ഭാഷ? अल्प ഒരു മിനിറ്റ് ഭാഷ. ഓക്കെ. ആ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമില് ആരംഭകാലങ്ങളിൽ നിരവധി ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിക്കുകയും വരികയും പോവുകയും ചെയ്തിട്ടുള്ളവരുണ്ട്. प्रारंभ समय में हमारा इस प्लेटफॉर्म में बहुत सारे परमेश्वर के दास लोग आकर सेवकाई किया हुआ है। ഞാൻ തോമസ് സംഭാഷണോട് അവരെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. थॉमसन पास्टर से मैं इन लोगों के बारे में मैं जानकारी लिया हुआ है। അവർക്കൊക്കെ പണം വേണം, പണമില്ലെങ്കിൽ അവരിതിനകത്ത് വരത്തില്ലെന്ന് പറഞ്ഞു. क्योंकि उन्हीं लोगों को पैसा चाहिए, अगर पैसा नहीं देगा तो उन लोग नहीं आता है। അപ്പോൾ ഇതിനകത്ത് വന്ന് പ്രസംഗിക്കുന്നതോ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതെല്ലാം പണമാണ് അവരുടെ ലക്ഷ്യം. इनके अंदर आके जो प्रचार करते हैं, इनके अंदर आके बैठते हैं, उनका जो लक्ष्य है पैसा है। അപ്പൊ ഈ പൈസ കിട്ടാതെ വരുമ്പോ അവരിത് വിട്ടങ്ങ് പോകും. ये पैसा उनको जब नहीं मिलता है तब ये छोड़ के चले जाता है। അവരുടെ ലക്ഷ്യം സുവിശേഷീകരണമല്ല, അവരുടെ ലക്ഷ്യം പണമാണ്. क्योंकि उनका लक्ष्य सुसमाचार प्रचार करने का काम नहीं है, उनका लक्ष्य ये है कि पैसा है। അപ്പൊ നമ്മുടെ ഇവിടെ വായിക്കുന്നത് ദൈവമില്ലാത്തവനായി ദൈവം ഉണ്ട്, എന്നാൽ ദൈവം ഇല്ലാത്തവനായി ജീവിച്ച ഒരാളാണ് ഈ സക്കായി. यहाँ पर हम देखते हैं जो परमेश्वर था लेकिन बिना परमेश्वर के द्वारा जिंदगी बिताया हुआ एक व्यक्ति है जकाई। അപ്പോൾ ന്യായപ്രമാണം തനിക്ക് നല്ലപോലെ അറിയാം. तो व्यवस्था वो अच्छी तरह से जानते हैं। ന്യായപ്രമാണം അവന്റെ ഉള്ളിലായപ്പോൾ യേശു പറയുകയാണ്, ഇവനും അബ്രഹാമിന്റെ കുടുംബത്തിൽ പിറന്നവനാണെന്ന് പറഞ്ഞു. जब व्यवस्था उनके अंदर आने लगा तभी यीशु मसीह ने कहता है ये ही इब्राहिम की संतान है। എന്നിട്ട് പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് യേശു പറഞ്ഞു. की बात यीशु मसीह ने यह कहा है कि क्योंकि मनुष्य के पुत्र खोए हुओं को ढूंढने और उनको उद्धार करने आया है। എല്ലാ വകമീനും പിടിക്കുന്ന വലയാണിത്. ये सभी मछलियों को, सब प्रकार की मछलियों को पकड़ने वाला जाल है। പിടിക്കും. सभी तरीका के सब प्रकार की मछली हम पकड़ सकता है। പക്ഷേ ആ വലയിടുന്ന ആളത് വലിച്ചൊരു ദിവസം കരയ്ക്കടുപ്പിക്കുന്ന ദിവസമുണ്ട്. लेकिन एक दिन ये जाल को केस के किनारे में लेके आने वाला एक दिन है। അങ്ങനെ കർത്താവിന് കൊള്ളാവുന്നവരെല്ലാം അവൻ ശേഖരിച്ചു മാറ്റി നിർത്തും. उस दिन प्रभु को जो जो अच्छा लगता है उन सभी को वो किनारे में ले लेंगे बर्तन में। എന്നാൽ ദൈവത്തിന് കൊള്ളരുതാത്തവരെതിരെ മാറ്റി കുടഞ്ഞു കളയും, ദൂരത്തെറിഞ്ഞു കളയും. जो परमेश्वर के लिए नहीं है, परमेश्वर को जो हमें करीब नहीं है, जो अच्छा नहीं है, वो सब फेंक देंगे। അപ്പൊ അടുത്തത് പറയുന്നത് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാണ്. बात कहता है वहां पर रोना और दांत पीसना होगा। ദൈവത്തിന് വേണ്ടി കൊടുത്ത് ചെയ്തവരും ആത്മാർത്ഥതയിൽ കൊടുത്തവരും പ്രാർത്ഥിച്ചു നിന്നവരും എല്ലാം കർത്താവിന്റെ രാജ്യത്തിലോട്ട് പ്രവേശിക്കും. परमेश्वर के लिए दिया हुआ, प्रार्थना करके खड़ा हुआ, परमेश्वर के लिए काम किया, सभी लोग परमेश्वर के राज्य में प्रवेश करेंगे। മേടിച്ചു കൂട്ടിയവരെല്ലാം തള്ളപ്പെട്ട് അവർ സമ്പാദിച്ചത് കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കും. जो इकट्ठा करते करते रहा है, वो जमा करके रखा हुआ है, वो सब वहां जमा करके वहां पर ऐसा ही बैठ जाएंगे। പിന്നെ സമൂഹത്തിൽ 4 ഡിഗ്രി കൂടെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. फिर समाज में 4 डिग्री मिलेगा तो और कुछ बोले कहने के लिए कुछ नहीं। കുടഞ്ഞു കളയുമെന്നാ കർത്താവ് പറഞ്ഞത്, എന്നോട് വഴക്കുണ്ടാക്കാൻ വരില്ലേ. हमें प्रभु ने कहा है उन्हें ऐसा जो फेंक देंगे, क्योंकि आप लोग मुझसे झगड़ा करने के लिए मत आना। അവനെ കടലിൽ കുടഞ്ഞു കളയും. उन्हें समुद्र में फेंक दिया जाएंगे। അപ്പൊ കർത്താവ് ഈ സക്കായിയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഇന്ന് കാണാതെ പോയതായിരുന്നു ഈ സക്കായി. हमें जब जगाई के बारे में बात करने के समय यीशु कहता है ये जगाई खोए हुए थे। സക്കായിയെ തിരിച്ചു കിട്ടി കർത്താവിന്.
उस जगह को प्रभु में वापस मिला है। അതിനാണ് മാനസാന്തരം എന്ന് പറഞ്ഞത്. उसको कहता है कि मन फिराव। മാനസാന്തരമുള്ളവന്റെ വീട്ടിൽ കർത്താവ് വസിക്കും. जो मन फिराया हुआ व्यक्ति है उसके घर में प्रभु निवास करते हैं। അപ്പോൾ മാനസാന്തരം ഉണ്ടായത് കൊണ്ടാണ് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞത്. जो मन फिराव आया है उसी घर में उद्धार हुआ है। ന്യായപ്രമാണം വായിച്ചത് കൊണ്ട് കാര്യമില്ല. व्यवस्था केवल व्यवस्था पढ़ने से कुछ नहीं है। ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് വല്ല വിധേനയും ഇവനെ ഈ എന്നെയും നിങ്ങളെയും അവന്റെ വലത്തേക്ക് അകത്താക്കണമെന്നുള്ളതാണ്. परमेश्वर हमारे बारे में यह चाहता है कि किसी भी तरह से हमें इसी जाल के अंदर हमें पहुंचाना। നമുക്ക് രക്ഷ തരിക എന്നുള്ളതാണ് കർത്താവിന്റെ ലക്ഷ്യം. हमें उद्धार देना यह है परमेश्वर का लक्ष्य। കർത്താവ് തന്നെ പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുള്ളിലൂടെ കടന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. जो प्रभु खुद कहा है कि जो धनवान स्वर्गराज्य प्रवेश करना इससे आसान है कि जो ऊंट सुई के नाले से जाना। അപ്പൊ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന സ്വർഗരാജ്യത്തിൽ എത്തിക്കാനാണ്. अब यीशु मसीह हमें इसलिए प्रेम करता है कि हमें स्वर्गराज्य में पहुंचाने के लिए। കഴിഞ്ഞ ദിവസം എന്റെ മകൻ ശുശ്രൂഷിക്കുന്ന ആ സഭയില് गया दिन जो पास्टर के बेटा जो सेवकाई करते हुए कलीसिया में എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി. प्रभु के दास को वचन से बातें करने के लिए अवसर मिला है। അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു. तो प्रभु के दास ने एक बात कहा वहां, എന്റെ സഭാ ശുശ്രൂഷയുടെ കാലത്ത് ഗുജറാത്ത് ജാംനഗറിലും രാജകോട്ടും എന്റെ മകന്റെ പ്രായത്തിലുള്ള നിരവധി പിള്ളേരുണ്ടായിരുന്നു. जब जो राजकोट में और वहां जो अभी जो सेवकाई करते हुए जगह में सब प्रभु के दास सेवकाई करने के समय प्रभु के दास के बेटे के उम्र से कई सारे लोग वहां थे। ജാംനഗറിലും രാജകോട്ടും ഏറ്റവും കൂടുതൽ കൊച്ചു പിള്ളേരുള്ള സഭയായിരുന്നു. जो राजकोट में जामनगर में जो छोटे बच्चे लोग बहुत सारे थे उसी समय में। ഇപ്പൊ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ വേദോത്സവം തുറന്ന് എന്റെ അടുക്ക വന്ന് നിൽക്കും. तो परमेश्वर की दास वचन प्रचार करने के लिए खड़ा होने के समय उन लोग बाइबल खोल के खड़ा हो जाते हैं। എന്നാൽ എന്റെ മകൻ കർത്താവിന്റെ വേലക്കാരനായി മാറി. लेकिन प्रभु के दास के बेटा जो सेवकाई करने वाला बन गया। അവന്റെ പ്രായത്തിലുള്ള ഒരൊറ്റ പിള്ളേർ പോലും സുവിശേഷ വേലയിലില്ല. जो उनके उम्र का कोई भी व्यक्ति भी उस समय में जो थे वो सुसमाचार का सेवकाई में नहीं है। അവരെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടി വിദേശ രാജ്യങ്ങളിലാണ്. वो सब अच्छा अच्छा पढ़ा लिखा होके विदेश राज्य में चले गए हैं। കഴിഞ്ഞ ദിവസം ഷെക്കൈന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ആഗസ്റ്റ് 15-ാം തീയതി 12 മണിക്കൂർ ഒരു പ്രയർ ഗ്രൂപ്പായി മാറി. शेखिटा की ग्रुप था वो अगस्त 15 को हमें 24 घंटा प्रार्थना करने वाले एक ग्रुप बन गया। അവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയം ചോദിച്ചവരെല്ലാവരും പറയുന്നത് എന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം, വിദേശ രാജ്യത്ത് പോകണം, അമേരിക്കയിലുള്ളവർക്ക് ഒരു പരീക്ഷ ഉണ്ട് അത് എഴുതണം. ഇവരുടെ മക്കളെ എല്ലാം ഞാനതിന് തടസ്സക്കാരനല്ല, ഞാൻ തടസ്സം നിൽക്കത്തുമില്ല. എന്നാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. आमीन। उसमें जो प्रार्थना निवेदन के लिए आया हुआ सभी लोग यही प्रार्थना निवेदन दिया है, मेरे बच्चों को अच्छा पढ़ा लिखा होना है, उनको विदेश राज्य में जाना है, अभी अमेरिका जाने के लिए एग्जाम लिखना है, उनको सब विदेश राज्य जाने के बारे में वो प्रार्थना निवेदन दिया है। लेकिन ഈ പ്ലാറ്റ്ഫോമിൽ ജിജോ ജോർജ് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ പപ്പ എന്നെ എടുത്തിട്ട് തല്ലിയിട്ടുണ്ടെന്നുള്ളത്. इस प्लेटफॉर्म में जब जिजो पास प्रचार करने के समय ऐसा कहा है कि मेरे पिताजी ने मुझे बहुत मारते थे। അവന്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ അവനെ അടിച്ചത് കൊണ്ട് ഇന്ന് വഴിത്തരക്ക് കിടന്ന് അടി കൊള്ളാതിരിക്കാൻ ദൈവനായ കർത്താവ് അവനെ ദൈവത്തിനായി ഉപയോഗിച്ചു. उनको जब छोटेपन में मैं मारने के कारण आज वो रास्ता में दूसरे से मार नहीं खाने के लिए परमेश्वर अपने राज्य के सेवकाई के लिए उन्हें इस्तेमाल करते हैं। കാരണം ഇന്ന് അടി കൊണ്ട യേശു ക്രിസ്തുവിന് വേണ്ടിയാണ്. आज जो अगर मार खाएगा तो यीशु मसीह के लिए है। എന്നാൽ അല്ലാതെ തല്ലിക്കൊള്ളേണ്ട ഗതികേടവരില്ല. दूसरा रीति से मार खाने का कोई अवस्था उनके जीवन में नहीं है। അപ്പോൾ ഇതൊരു ദൈവഭാഗ്യമാണ്. ये परमेश्वर से जो धन्य पद है। കുഞ്ഞു പ്രായം മുതൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ അർപ്പിച്ച് അവരെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യിക്കണം. बचपन से हमें बच्चों को परमेश्वर के हाथों में समर्पण करके उसी सेवकाई के बारे में उन्हें समझाना है। ഞാൻ പറഞ്ഞതായ വാക്യം ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
मैंने बोला हुआ जो वचन को और एक बार बोल के मैं खत्म करता हूँ। സ്വർഗരാജ്യം എന്ന് പറയുന്നത് എല്ലാ മീനും പിടിക്കുന്ന വലയാണ്. स्वर्ग राज्य बोलेगा तो सभी तरह के मछलियों को पकड़ने वाला एक जाल के समान है। സമയമാകുമ്പോൾ നല്ലത് എടുക്കും, അല്ലാത്തത് കുടഞ്ഞു കളയും. जब समय पूरा होने के समय उसमें से जो अच्छे अच्छे जो बर्तनों में डालेंगे, बाकी सब फेंक दिया जाएंगे। ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞു, മനസ്സ് തുറന്ന് പറഞ്ഞത് കൊണ്ട് യേശു പറയാണ്, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. गाई जब मन खोलकर यीशु मसीह से जब बोलने लगा है, तो यीशु मसीह कहता है कि आज मैं तेरे घर में रहना अवश्य है। നമ്മുടെ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. आज मेरे शब्द सुनने वाले अपने पीढ़ियों के लिए हम परमेश्वर से प्रार्थना करें। നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കൾ അറിയണം. हम जो कुछ करते हैं हमारे बच्चे जानने हैं। നമ്മൾ പറയുന്നത് നമ്മുടെ മക്കൾ അറിയണം. हम जो बोलते हैं वो भी हमारा बच्चा जानना है। പറയുന്നത് വാസ്തവമാണെന്ന് അവർക്ക് തോന്നണം. जो बोला हुआ सब सच्चाई है करके उनको मालूम पड़ना है। രാവിലെ എനിക്ക് സമയം അനുവദിച്ച ദൈവദാസന്മാർക്ക് നന്ദി പറയുന്നു. सुबह मुझे समय दिया हुआ परमेश्वर के दासों को मैं धन्यवाद देता हूँ। എന്റെ കൂടെ നിന്ന് വചനം ട്രാൻസ്ലേറ്റ് ചെയ്തതായ ദൈവദാസന് നന്ദി പറയുന്നു. मेरे साथ खड़ा होकर वचन को अनुवाद किया प्रभु के दास को भी धन्यवाद करता हूँ। എന്റെ ശബ്ദം കേൾക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന എല്ലാവർക്കും സ്തോത്രം. मेरे आवाज सुनने के लिए सब प्लेटफॉर्म में आया हुआ सभी के लिए धन्यवाद। ഇത് ജോയ് പാസ്റ്റർ പറയുന്നത് പോലെ ഓൺ ചെയ്ത് വെച്ചേച്ച് കിടന്നുറങ്ങുന്നവരുണ്ട്. मैं जो पास कहते हुए जैसा चालू रखे सोने वाला कई लोग है। അപ്പോൾ അവർക്ക് വേണ്ടി തോമസ് സംഭാഷണ യൂട്യൂബിനകത്തും നിങ്ങൾക്ക് ഇത് പിന്നെയും കേൾക്കാം. ഈ പ്ലാറ്റ്ഫോം, ഈ ഗ്രൂപ്പിൽ തന്നെ തോമസ് സംഭാഷണ രണ്ടാമത് വീണ്ടും ഇടുന്നതാണ്. उनके लिए थॉमसन बास इसको रिकॉर्डिंग करके और यूट्यूब में डालते हैं और इसी प्लेटफॉर्म में भी वापस दोबारा डाल दिया जाता है वो सुनने के लिए। നിങ്ങൾ കൂടെ കൂടെ കേൾക്കുക. സർവ്വദയാലുവായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. बार बार ये वचनों को सुनिए, पर सर्वशक्तिमान परमेश्वर आपको बहुतायत से आशीष करे।